ഞാൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അത് വാസ്തവത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് PV അൻവറിനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു കൃത്യമായ അതിന്റെ ഒരു ത്രെഡ്, മെയിൻ പോയിന്റ് ആണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഫേസ്ബുക്ക് പോസ്റ്റിലാവുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ 9 വർഷം ഇവിടെ PV അൻവർ MLA ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് UDFന്റെ വിലയിരുത്തൽ. അത് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി UDFന്റെ നിലപാട് അത് തന്നെയാണ്. ഈ 9 വർഷത്തെ PV അൻവർ MLAയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം, നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് 9 വർഷത്തെ തന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് UDF ഉന്നയിക്കുന്നത് അൻവർ കൂടെ വേണം എന്നുള്ള നിലയ്ക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ ഒരു നിലപാടും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചെയ്യുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കേരളത്തിൽ ആകമാനം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ഉത്ബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളും 3 വിഭാഗമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒന്ന്, കഴിഞ്ഞ 9 വർഷക്കാലം ഈ നാട്ടിൽ സമാനതകളില്ലാത്ത വിധം നാട്ടിൽ പ്രയാസങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും സാമുദായികമായ സംഘർഷങ്ങളും സാമുദായിക അനാരോഗ്യകരമായ ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വഴിവിട്ട ഒരു നയനിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പിണറായിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഒരു സംവിധാനങ്ങളും അതൊരു ഭാഗത്ത്. രണ്ടാമതൊരു ഭാഗം ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, സമുദായങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാകരുത്, അതുപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം, സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടുകൂടാ, വികസനങ്ങൾ നന്നായി നടക്കണം, എല്ലാ നിലക്കും സാമൂഹികമായും സാംസ്കാരികമായുമുള്ള ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പിണറായിസത്തെ എതിർക്കുന്ന രണ്ടാമത്തെ വിഭാഗം. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗമുള്ളത് അവർക്ക് രാഷ്ട്രീയമായി ഒരുപക്ഷെ പിണറായിസത്തോട് താല്പര്യമില്ല, അതല്ലെങ്കിൽ UDFനോട് താല്പര്യമില്ല, അവർ ഒരു മൂന്നാം ചേരിയാണ്. പക്ഷെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് UDFന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവർ പിണറായിസത്തെ ഒരു വളഞ്ഞ വഴിയിലൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CPMനും ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെയുള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ 3 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഒരു വോട്ടർക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. UDF പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറണം, അതിന്റെ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കാൻ പിണറായിസത്തിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച PV അൻവറിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള സർവാത്മന പിന്തുണക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായവും UDFന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഒരു വമ്പിച്ച പരാജയമായിരുന്നു PV അൻവർ എന്ന്